Second section. At this, the deer and the jackal questioned with curiously, how does the tale go about? അപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞു എന്താണ് പൂച്ചയും വൾച്ചറും തമ്മിലുള്ള ഒരു കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് ആര് ചോദിക്കുന്നു? ക്രോ ചോദിക്കുകയാണ്. അതായത് ചിത്രാങ്കിനോടും ക്ഷുദ്രബുദ്ധി എന്ന പേരായിട്ടുള്ള നമ്മുടെ ജാക്കലിനോടും കൂടി ചോദിക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആ കഥ പോകുന്നതെന്ന് പറഞ്ഞു തരാമോ? ക്രോ ടോൾഡ് ദ ടെയിൽ വിച്ച് ഗോസ് ദ ഫോളോവിങ് വേ. അപ്പോൾ ക്രോ പറയുകയാണ് ഇത് ഇങ്ങനെയാണ് പോകുന്നത് എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. The tale of an innocent old vulture and a cunning cat. On the bank of Ganges, there was a highly hilly peak called Griddakuda, on which there was a giant ഫിഗ് ട്രീ. എന്താ പറയുന്നത്? ഒരു വലിയൊരു ഫിഗ് ട്രീ എന്ന് പറഞ്ഞാൽ അത്തിമരം. ആ അത്തിമരം, അതായത് എവിടെയാണ് അത്തിമരം സ്ഥിതി ചെയ്യുന്നത്? ഗംഗയുടെ തീരത്തുള്ള ഹൃദ്ദകൂട എന്ന സ്ഥലം എന്ന് പറയുന്ന ഒരു മലമുകളിൽ ഒരു അത്തിമരം ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ അതിൻ്റെ അടുത്താണ് ഈ കഥ നടക്കുന്നത്. പൂച്ചയുടെയും കണ്ണിങ് ആയിട്ടുള്ള പൂച്ചയുടെയും അതായത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ഓൾഡ് വൾച്ചറിൻ്റെയും കഥ നടക്കുന്നത്. In its hollow, there dwelt a vulture named Gerard Goa, who by some misfortune had lost his eyes and talons. എന്താ പറയുന്നത്? ആ ഒരു അത്തിമരത്തിൻ്റെ ഒരു പൊത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ വൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയാണ് താമസിക്കുന്നത്. അതിൻ്റെ പേരാണ് ജെറാഡ് ഗേവ് എന്നാണ് അതിൻ്റെ പേര്. അതിന് നിർഭാഗ്യവശാൽ അതിനേതോ ഒരു ഇരയെ പിടിക്കുന്ന സമയത്ത് അതിനെന്ത് നഷ്ടപ്പെട്ടു? അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും അതേപോലെ തന്നെ അതിൻ്റെ നഖങ്ങളും അതിന് നഷ്ടപ്പെട്ടു. Taking pity on him, the other birds who were living on the same tree used to give him small shares from their meals for his survival. Once it happened that a cat named Dirghakarna reached there with the intention of eating the nestlings. അങ്ങനെ അവിടെ എത്തുകയാണ് നമ്മുടെ ക്യാറ്റ്. ദീർഘകർണ എന്ന പേരായിട്ടുള്ള ക്യാറ്റ് അവിടെ എത്തി. അതെന്ത് ചെയ്തു? അതിനെന്താണ് വേണ്ടത്? അതിനാകെ ഒറ്റൊരു ഇൻറ്റൻഷനേ ഉണ്ടായിരുന്നുള്ളൂ, ആ കൂട്ടിലുള്ള പക്ഷിക്കുട്ടികളെ എന്ത് ചെയ്യണം? കഴിക്കണം. സീയിങ് ദ ക്യാറ്റ്, the nestling got scared and started creating clamor. ആ ഒരു ക്യാറ്റിനെ കണ്ടപാടെ ആ കൂട്ടിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം, അതായത് കുരുവിക്കുട്ടികളും പക്ഷിക്കുട്ടികളെല്ലാം എന്ത് ചെയ്തു? അവരെല്ലാം ഭയങ്കര രീതിയിൽ കരയാൻ തുടങ്ങി. എന്തിനാണ്? ഇതിനെ കണ്ടിട്ട്. ഹിയറിംഗ് ദ ക്ലാമർ, ദ വൾച്ചർ ഡിമാൻഡഡ്, ഹൂ ഈസ് കമ്മിങ് ഹിയർ. അവരുടെ കരച്ചിൽ കേട്ടിട്ട് വൾച്ചർ ചോദിച്ചു, ആരാ ഇവിടേക്ക് വന്നിരിക്കുന്നത്? ദ മൊമെൻറ്റ് ദ ക്യാറ്റ് സോ ദ വൾച്ചർ. അന്നേരമാണ് നമ്മുടെ ക്യാറ്റ് ആര് കാണുന്നത്? വൾച്ചറിനെ. ഗോഡ് horrified and said to himself, alas, it seems my life is over now. But one should ever fear the fear till it is not near. Once near, one should prudently face the fear. Since it is impossible to flee from the vulture now, let things take their own course. I will approach him and try to win his confidence by all means. With this thought, he went closer to the vulture and said, Dear sir, I salute you. The vulture asked, Who are you? The cat answered, I am a cat. വൾച്ചറിൻ്റെ ഒച്ച കേട്ടപ്പോഴാണ് വൾച്ചറിനെ നമ്മുടെ ക്യാറ്റ് ശരിക്കും കാണുന്നത് അല്ലേ? അവന് പേടിയായി തുടങ്ങി. അയ്യോ ഞാനിനി എന്ത് ചെയ്യും? പക്ഷേ ഞാൻ പേടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താണ്? ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് നേടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യില്ല? എല്ലാ പേടികളെയും വളരെ ധൈര്യത്തോടു കൂടി ഞാൻ നേരിടും. അതേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വിജയം കൈവരിക്കാൻ കഴിയില്ല. എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ട് ഞാൻ കോൺഫിഡൻസോട് കൂടിയിട്ട് വേണം ഈ ഒരു വൾച്ചറിനെ നേരിടാൻ. ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് നടപ്പാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് പറയുകയാണ്? വളരെ വിനയത്തോട് കൂടിയിട്ട് വൾച്ചറിനെ വിളിക്കുകയാണ്. ഡിയർ സർ, ഐ സല്യൂട്ട് യു. ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുകയാണ്. പിന്നെയോ? അപ്പോൾ വൾച്ചർ ചോദിച്ചു, നീ ആരാണ്? ഹു ആർ യു എന്ന് ചോദിച്ചു. അപ്പോൾ ക്യാറ്റിന് കുറച്ചൊന്ന് പേടിയായി. എങ്കിലും ക്യാറ്റ് പറഞ്ഞു, ഞാനൊരു പൂച്ചയാണ്. The vulture hollered at him, Get lost else, I will kill you. ഇവിടെ നിന്ന് വേഗം ഓടിപ്പോയിക്കോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയുന്നതായിരിക്കും എന്ന് പറഞ്ഞു വൾച്ചർ. അലറിക്കൊണ്ട് പറഞ്ഞു. The cat requested, Please listen to me first and then kill me if you find me killing worth. പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കൂ, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാൻ ശ്രമിക്കൂ. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുക. ഞാൻ പറയുന്ന കാര്യം ഒന്ന്, എൻ്റെ ഒരു റിക്വസ്റ്റ് ഒന്ന് കേൾക്കുക. ഞാൻ പറയുന്ന കാര്യം ഒന്ന് ആദ്യം കേൾക്കൂ എന്ന് പറയുകയാണ്. വളരെ പൊളൈറ്റ്ലി പറയുകയാണ്. ഡസ് വൺ ഡിസേർവ് കില്ലിംഗ് ഓർ വെൽക്കമിങ് മിയർലി ഓൺ ദി ബേസിസ് ഓഫ് റേസ്? ഇൻ ദ കണ്ടക്ട് ഓഫ് ദി പേഴ്സൺ ഓൾസോ ക്ലെയിം എ സിഗ്നിഫിക്കൻറ്റ് പ്ലേസ്. എന്താ പറയുന്നത്? നിങ്ങൾ ഒരിക്കലും എൻ്റെ ഈ രൂപം കണ്ടിട്ടോ അല്ലെങ്കിൽ എൻ്റെ വർഗ്ഗത്തെക്കുറിച്ച് ഓർത്തിട്ടോ നിങ്ങൾ എന്നെ ഒരിക്കലും തള്ളി പറയാൻ പാടില്ല. അത് ചെയ്യുന്നത് ശരിയല്ല. ഒരു വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണം ആ വ്യക്തിയെ കൊല്ലണമോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ. അല്ലാതെ അദ്ദേഹത്തിൻ്റെ രൂപമോ ഭാവമോ കണ്ടിട്ടല്ല അദ്ദേഹത്തെ കൊല്ലേണ്ടത് എന്ന് നമ്മുടെ പൂച്ച വൾച്ചറിനോട് പറയുകയാണ്. അപ്പോൾ ഈ സെക്കൻഡ് സെക്ഷൻ തീരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അതായത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെയും സെക്കൻഡ് സെക്ഷൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അത് 2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ. അതിൽ വൈ ഡിഡ് ദ ക്രോ കമ്പയർ ദ ജാക്കൽ ടു എ കണ്ണിങ് ക്യാറ്റ്? എന്തുകൊണ്ടാണ് ക്രോ ജാക്കലിനെ കണ്ണിങ് ക്യാറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? ദ ക്രോ ബിലീവ്ഡ് ദാറ്റ് ജസ്റ്റ് ലൈക്ക് ദ ക്യാറ്റ് ഇൻ ദ ടെയിൽ, ആ ക്യാറ്റിലെ, അതായത് നമ്മുടെ ഈ കഥയിലുള്ള ക്യാറ്റിനെ പോലെയാണ് നമ്മുടെ ജാക്കൽ എന്നാണ് ക്രോ പറയുന്നത്. ദ ജാക്കൽ വാസ് യൂസിങ് സ്വീറ്റ് ടോക്ക് ടു ഗെയിൻ ട്രസ്റ്റ്. മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ സ്വീറ്റ് ടോക്കിലാണ് ജാക്കൽ ഉള്ളത്. ഹി ഫിയർഡ് ദാറ്റ് ദ ജാക്കൽ മൈറ്റ് ബി പ്ലാനിങ് സംതിങ് ഡേഞ്ചറസ്. അപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, കാരണം ഈ ജാക്കൽ എന്തെങ്കിലും
വേണ്ടാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൻ ചിന്തിക്കുന്നുണ്ടാവും. അതായിരിക്കും അവൻ ഇത്ര വളരെ സ്വീറ്റ് വോയിസോട് കൂടിയിട്ട് അല്ലെങ്കിൽ നല്ല അവൻ പറയുന്നുണ്ടാവുക. ദ ക്രോസ് കമ്പാരിസൺ സെർവ്ഡ് ആസ് എ കോഷൻ ടു അവോയ്ഡ് ബ്ലൈൻഡ് ട്രസ്റ്റ് ഇൻ സ്ട്രേഞ്ചേഴ്സ്. എന്താ പറയുന്നത്, അപരിചിതരുമായിട്ടുള്ള നമ്മുടെ കൂടിക്കാഴ്ചകളും അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ കൂട്ടുകൂടുന്നതെല്ലാം ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് ഇവിടെ ക്രോ ഈ ഒരു കമ്പാരിസണിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ക്വാളിറ്റീസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ദ ക്രോ, ഡിയർ ആൻഡ് ജാക്കിൾ ഇൻ ദിസ് സെക്ഷൻ? ആൻസർ നോക്കാം. The crow represents wisdom and caution. The deer symbolizes innocence and kindness, while the jackal stands for cunning and deceit. These characters embody moral values that are explored throughout the rest of the story. എന്താ പറയുന്നത്, ഇതിലെല്ലാം കാണിക്കുന്നത് എന്താണ്, ഇവരുടെ 3 പേരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലേ. അതായത് ക്രോ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്, കാക്ക റെപ്രസെൻറ്റ് ചെയ്യുന്നത് വളരെ വിസ്ഡമായിട്ട് അല്ലെങ്കിൽ എന്ത് കാര്യവും വളരെ നല്ല രീതിയിൽ മയത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു കാക്കേനെ കൊണ്ടും, അതേപോലെ തന്നെ നമ്മുടെ ഡിയർ സിംബലൈസ് ചെയ്യുന്നത് എന്താണ്, വളരെ കൈൻഡ്നെസ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു മൃഗമായിട്ടും. പക്ഷേ ജാക്കിൾ എങ്ങനെയാണ്, ഒരു കണ്ണിങ് ആണ് അല്ലേ. നമ്മുടെ കാക്ക കണ്ടുപിടിച്ചിരിക്കുന്ന കഥയിലുള്ള കണ്ണിങ് ക്യാറ്റിനെ പോലെ തന്നെയാണ് ജാക്കിളും. ദീസ് ക്യാരക്ടേഴ്സ് എംബോഡി മോറൽ വാല്യൂസ് ദാറ്റ് ആർ എക്സ്പ്ലോർഡ് ത്രൂ ഔട്ട് ദ റെസ്റ്റ് ഓഫ് ദി സ്റ്റോറി. ഈ സ്റ്റോറിയിലൂടെ നമുക്ക് എന്ത് കാണാൻ കഴിയും, ഇവരുടെ ഈ 3 പേരുടെയും ക്യാരക്ടറൈസേഷൻ നമുക്ക് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് സെക്ഷൻ്റെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് നോക്കാം.